ഇന്ന് പ്രിയമുള്ളവരെ, സമുദായത്തിൽ ഐക്യം വേണമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. ഐക്യത്തിന് സമസ്ത എതിരല്ല. സമുദായത്തിന് ഐക്യം നമുക്ക് മനസ്സിലാകുന്നില്ല. ബിദ്അത്തിന്റെ ആശയമായി എങ്ങനെയാണ് സുന്നിക്ക് ഐക്യപ്പെടാൻ സാധിക്കുക? അങ്ങനെ ഐക്യം സമുദായത്തിൽ ഒരിക്കലും സമസ്ത പ്രതീക്ഷിക്കുന്നില്ല. സമസ്ത പറയുന്ന ഐക്യം സമുദായത്തിന്റെ പൊതുവായിട്ടുള്ള വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ബിദ്അത്തുകാരുമായിട്ട് ഒന്നിച്ചിരിക്കണമെങ്കിൽ നമുക്കിരിക്കാം. അത് സമുദായത്തിന്റെ പൊതുവായ വിഷയത്തിനാണ്, സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ബിദ്അത്തും സുന്നത്ത് ജമാഅത്തും എങ്ങനെയാണ് ഒന്നിക്കാൻ സാധിക്കുക? അതൊരിക്കലും യോജിക്കുന്ന ഒരു പ്രവർത്തനമല്ല. ഇന്ന് അതിന്റെ പേരിൽ സമുദായത്തിൽ ഐക്യമുണ്ടാകണമെന്ന് പറഞ്ഞ് ഇന്ന് ആദർശം പറയാൻ പാടില്ല, ബിദ്അത്തിനെ നമ്മൾ എതിർക്കാൻ പാടില്ല. ഇവിടെ രാജ്യത്ത് വലിയ വെല്ലുവിളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം നടപ്പിലാക്കി. അതുപോലെ തന്നെ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ സമയത്തൊക്കെ ആദർശം പറഞ്ഞു നടക്കുന്നത്? ഇതിനേക്കാൾ തീഷ്ണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, ഇതിനേക്കാൾ പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പാടുപെട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പിൻതലമുറക്കാരായ നമ്മൾ ഈ വേങ്ങര പി ഉസ്താദിന്റെ നഗരിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഏത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും എന്ത് എതിർപ്പുണ്ടെങ്കിലും ആദർശ രംഗത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മുന്നോട്ട് 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 പോകുക തന്നെ ചെയ്യും. ഒരാൾക്കും ഞങ്ങളെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. ആദർശം പറയുന്നിടത്ത് തടഞ്ഞു വെച്ചാൽ ആ തടവുകളൊക്കെ തട്ടിമാറ്റി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രബോധന പ്രവർത്തന രീതിയിൽ ഈ സംഘം മുന്നോട്ട് വരുമെന്നാണ് അത്തരക്കാരോടൊക്കെ നമുക്ക് ഉണർത്താനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഐക്യത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പം എല്ലാ സ്ഥലത്തും മഹല്ലുകളിൽ ഇവിടുത്തെ ബിദ്അത്തുകാർ കയറിക്കൂടുകയാണ്. മഹാരഥന്മാരായ നമ്മൾ ആദരിക്കുന്ന പാണക്കാട്ട് മഹാരഥന്മാരായ സാദാത്യങ്ങളെ വരെ ഉപയോഗപ്പെടുത്തി അവരുടെ സമ്മേളന സുവനീറുകൾ, അവരുടെ ബ്രോഷറുകളും അവരുടെ ചില വിഷയങ്ങളൊക്കെ അവരെ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല, സമുദായത്തിൽ അവർക്ക് ക്ലച്ചില്ല, സമുദായത്തിൽ അവർക്ക് വേരോടാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനി അവസാനത്തെ അടവ് മഹാന്മാരായ സമുദായം അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാരെയും മഹാന്മാരായ സാദാത്യങ്ങളെയും ഒക്കെ അതിന്റെ ഭാഗമാക്കി അതിന്റെ പ്രചാരകരാക്കി രംഗത്തിറക്കുക എന്ന വേലയാണ് ഇപ്പോൾ ബിദ്അത്തുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, ഇന്നലെയും ഇന്നുമൊക്കെയായി നമ്മുടെ ചാനലും പത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്ത എന്താ? ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തുൽ മാലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ബൈത്തുൽ മാൽ സക്കാത്തിന്റെ പേരിൽ സംഘടിതമായ സക്കാത്ത് യഥാർത്ഥ അവകാശികൾക്ക് നൽകിട്ടാത്ത വിധത്തിൽ പരിശുദ്ധമായ ദീനിന്റെ കർമ്മശാസ്ത്രത്തിന് 100% വിരുദ്ധമാകുന്ന രൂപത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇപ്പോൾ ഒരു ബൈത്തുൽ മാലുമായി കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഈ ഫണ്ട് എവിടേക്കൊക്കെ വിനിയോഗിക്കുന്നത്? അവരുടെ പത്രങ്ങൾക്ക്, അവരുടെ മറ്റു പ്രസിദ്ധീകരണങ്ങൾക്ക്, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽമ പ്രബോധനത്തിന് വേണ്ടി കൈത്താങ് എന്ന് പറയുന്ന പദ്ധതിയുമായി കടന്നു വന്നപ്പോൾ അതിനെ കളിയാക്കിയവർ, അതിനെ കൊഞ്ഞനം കാണിച്ചവർ, സമസ്ത കേരള ജംഇയ്യത്തുൽമ കൈത്താങ് എന്ന് പറഞ്ഞിട്ട് സുപ്രഭാതത്തിന് വേണ്ടി കാശ് പിരിക്കാണെന്ന് പറഞ്ഞവർ, ഞാൻ ചോദിക്കട്ടെ, സക്കാത്തിന്റെ പേരിൽ പിരിച്ചിട്ടുള്ള കാശ് പത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായി ചെലവഴിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇസ്ലാമാകുക? ഇസ്ലാമിനെ സമൂഹത്തിന്റെ ആരാധന വിഫലമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം കിട്ടുവാൻ ജമാഅത്തുകാർ ചെയ്ത അവസാന തടവെന്താ? മഹാന്മാരായ പ്രമുഖരായ സാദാത്യങ്ങളെ കൊണ്ട് അതിന്റെ ബ്രോഷറൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അവരെ ചൂഷണം ചെയ്യുക, മഹാന്മാരായ സാദാത്യങ്ങളെ കൊണ്ട് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന, ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ദയനീയമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒന്നായിട്ടുള്ള
സക്കാത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനം ഇസ്ലാമിന്റെ 5 കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ വിശുദ്ധമായ സക്കാത്ത് എല്ലാവരുടെയും സക്കാത്തിനെ വിഫലമാക്കുന്ന ഒരു ആരാധനയെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതിയെ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അതിനെ കർശനമായി എതിർത്തുകൊണ്ടിരിക്കുന്നു, അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പത്രങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗരവത്തോടുകൂടെ സമുദായം അത് കാണേണ്ടതുണ്ട്. ജമാഅത്ത് ഇസ്ലാമിനെ അകറ്റി നിർത്തിയ പല ആളുകളും ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെ താങ്ങാനും അവർക്ക് സപ്പോർട്ട് ചെയ്യുവാനും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് അത്തരം ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയോട് ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട് കുറച്ചു മുമ്പ്, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ സംഘടനയും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ബന്ധമുണ്ട് എന്നാണല്ലോ പറയുന്നത്. എന്താ തങ്ങളെ നിങ്ങളുടെ അഭിപ്രായം? മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ഫിരി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് എന്ന് കൊടുത്ത മറുപടി ഇന്ന് നമുക്ക് കിട്ടും. പ്രിയമുള്ളവരെ, മഹാനായ തങ്ങൾ ഉസ്താദ് പറഞ്ഞ മറുപടി, അതുകൊണ്ട് വരുന്ന ഭവിഷ്യത്ത് അവര് തന്നെ ഭാവിയിൽ തിരിച്ചറിയേണ്ടി വരും, അവര് തന്നെ കൃത്യമായി തിരിച്ചറിയേണ്ടി വരും. നമുക്ക് പറയാനുള്ളത്, ഇതൊരു ആദർശത്തിന്റെ പേരിൽ ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടി പറയുകയില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മഹാനായ വാണിയമ്പലം ഉസ്താദ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് രാഷ്ട്രീയക്കാരന്റെ മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് മഹാനായ ശൈഖുന വാണിയമ്പലം ഉസ്താദ് കുറെ മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൃത്യമായി കാണുന്ന രംഗം അതാണ്. ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയെ തള്ളി, അവർക്കൊരു നിലപാടില്ല, ആശയമില്ല, ആദർശമില്ല. ഇസ്ലാമിന്റെ വിശുദ്ധമായിട്ടുള്ള ഒരു കർമ്മത്തെ പോലും വിഫലമാകുന്ന രൂപത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ സമുദായത്തിലെ ഓരോരുത്തരും കൃത്യമായി തിരിച്ചറിയുകയും അവരോട് പരമാവധി അകലം പാലിക്കുവാനും അവരെ മാറ്റി നിർത്തുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു നേതൃത്വമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നേതൃത്വം. ആ വിശുദ്ധമായ നേതൃത്വത്തിന്റെ പിന്നിൽ അടിയുറച്ച് ജീവിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. സമസ്ത വിളിക്കുന്ന ഏത് പരിപാടിക്കും, ഏത് പദ്ധതിയും, ഏത് പ്രതിസന്ധിയിലും വിജയിപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നു. സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോൾ എതിർപ്പുകൾ വരുന്നു, നമ്മൾ അതിനൊക്കെ തട്ടിമാറ്റി അൽഹംദുലില്ലാഹ് സുപ്രഭാതത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ, കൈത്താങ് പദ്ധതി വരുമ്പോൾ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ട പ്രവർത്തനം നമ്മൾ നിർവഹിക്കുന്നു. കാരണം നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കന്മാര് പറയുന്ന തീരുമാനം എന്താണോ, അവര് നമ്മളോട് പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്താണോ, ആ നിർദ്ദേശത്തെ ശിരസ വഹിച്ച് അത് നമ്മുടെ പ്രവർത്തന ഗോതയിൽ കൊണ്ടുവരിക എന്ന ദൗത്യം മാത്രമാണ് നമുക്കൊക്കെ നിർവഹിക്കാനുള്ള. അൽഹംദുലില്ലാഹ് നമ്മളതിൽ ഭാഗ്യം കിട്ടിയവരാണ്. മരണം വരെ നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും ഈ വിശുദ്ധമായ സംഘത്തിന്റെ പിന്നിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ഈ സംഘത്തിന്റെ പ്രബോധനം ഏറ്റെടുക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് പ്രാമുഖ്യം നൽകണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പരമാവധി പ്രവർത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്.